നിങ്ങൾക്ക് ക്രിപ്റ്റോ സ്പേസിൽ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഏൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തീന സിയലി സ്പെൻസ്. ടോപ്പ് 100 ക്വസ്റ്റേഴ്സിന് $6,000 ആണ് ഇതിലെ റിവാർഡ്. 3 ആഴ്ചത്തെ ടൈം പീരീഡിലാണ് തീന സിയലി സ്പെൻസ് നടക്കുന്നത്. അതിലെ സ്പ്രിന്റ് ലീഡർ ബോർഡിൽ ടോപ്പ് 100 എത്തിക്കഴിഞ്ഞാലാണ് നിങ്ങൾ റിവാർഡ് സോണിൽ എത്തുക. ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കിയ ഏണിംഗ്സിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡിസ്കോഡും എക്സും ടെലഗ്രാമും പിന്നെ ഒരു ക്രിപ്റ്റോ വാലറ്റും മാത്രം മതി. ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ളതോ എന്റെ ഇൻസ്റ്റാഗ്രാം ബയോയിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇമെയിൽ ID കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. ഇത് കഴിഞ്ഞ് ഓൺബോർഡിംഗ് ക്വസ്റ്റ് ആയിട്ട് വരുന്ന ഡിസ്കോഡ്, എക്സ്, ടെലഗ്രാം, വാലറ്റ് ഇതൊക്കെ കണക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ തീർക്കുക. ഡിസ്കോഡ് കണക്ട് ചെയ്ത് നിങ്ങൾ അവരുടെ സെർവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അത് വെരിഫൈ ചെയ്യാൻ മറന്നു പോകരുത്. പിന്നീട് നിങ്ങൾക്ക് വേണ്ടത് ക്വസ്റ്റർ റോൾ ആണ്. അതിന് നിങ്ങൾ തീനയുടെ ഡിസ്കോഡ് സെർവറിൽ സ്റ്റാർട്ട് യുവർ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ ഈ ചാനലിൽ ഈ ഒരു റിയാക്ഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റർ റോൾ കിട്ടും. ക്വസ്റ്റർ റോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് പോസ്റ്റ് അബൌട്ട് തീന എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യും പോസ്റ്റ് മീം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യും ആയിരിക്കും. ഇത് കംപ്ലീറ്റ് ചെയ്താലായിരിക്കും നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യനുകൾ അൺലോക്ക് ആവുക. ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻഫർമേഷൻ ഇവരുടെ വെബ്സൈറ്റിൽ കിട്ടുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഡിസ്കോഡ് സെർവറിൽ കളക്റ്റീവ് എന്ന് പറഞ്ഞ ചാനലിലും മീംസ് ആൻഡ് ആർട്ട് എന്ന് പറഞ്ഞ ചാനലിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള റെഫറൻസ് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറോ ഇൻവെസ്റ്റ്മെന്റിലാണ് നിങ്ങൾ ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എക്സിലെയും ഡിസ്കോഡിലെയും ക്വസ്റ്റ്യനുകളിലാണ്. ഇതിലെ പല ക്വസ്റ്റ്യനുകളും നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും വായിച്ചു നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഉദാഹരണത്തിന് വിസാർഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റ് ഒരു ഇൻഫോഗ്രാഫിക്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഇൻഫർമേഷൻ ഉള്ള ഒരു ഇമേജ് എന്നാണ്. നിങ്ങൾ ഈ കാണുന്നത് കുറച്ച് ഇൻഫോഗ്രാഫിക്സിന്റെ എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റുകളൊക്കെ കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇൻഫോഗ്രാഫിക്സും ട്വീറ്റും കമ്പൈൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മീം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ട്വിറ്ററിലും പോസ്റ്റ് ചെയ്യാം, ഡിസ്കോഡിലും പോസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് വൈറൽ നോട്ട് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റിലാണ്. അതായത് തീനേനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളത്. ഇതിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ വരുന്ന ഏതെങ്കിലും ഒരു എഡിറ്റിൽ കുറച്ച് തീനയുടെ ഇൻഫർമേഷൻ കയറ്റിയാലും മതി. നിങ്ങൾ തീനയുടെ ഡിസ്കോഡ് സെർവറിൽ മീംസ് ആൻഡ് ആർട്ട് എന്ന് പറഞ്ഞ ചാനൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വീഡിയോയുടെ റെഫറൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ട്വിറ്റർ ക്വസ്റ്റിൽ തന്നെ ബ്രോൺസ്, സിൽവർ, ഗോൾഡ് എന്ന് പറഞ്ഞ കാറ്റഗറീസും കാണാൻ സാധിക്കും. നിങ്ങൾ ഇട്ട ട്വീറ്റ് അതിൽ പറഞ്ഞ വ്യൂസ്, ലൈക്ക് ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി ഇതിൽ റിവാർഡ് സോൺ എത്താൻ വേണ്ടി നിങ്ങൾ ഒരു ട്വീറ്റും ഒരു മീമും ഒരു വീഡിയോയും ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇതിൽ തീന എന്ന് പറഞ്ഞ കാറ്റഗറിയിലെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തീനയുടെ കോയിൻ നമ്മൾ ഹോൾഡ് ചെയ്യണം. നിങ്ങൾക്ക് 1-2 സ്പ്രിന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ടോക്കൺ നിങ്ങളുടെ കയ്യിലേക്ക് വരും. അപ്പൊ അതിനുശേഷം ആ ക്വസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയാലും മതി. ആൽഫ എന്ന് പറഞ്ഞതിലെ ക്വസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ പെർപെച്വൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ട്രേഡ് എടുക്കണം. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. തീന സിയലി സ്പെൻസിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബാൻ കിട്ടിയേക്കാം. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എപ്പോഴും ഫോളോ ചെയ്യുക. കംപ്ലീറ്റ് ആവാത്ത ക്വസ്റ്റ് വീണ്ടും സബ്മിറ്റ് ചെയ്യാതിരിക്കുക. മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ട് യൂസ് ചെയ്യാതിരിക്കുക. ക്വിസിന്റെയും റിഡിലിന്റെയും ആൻസേഴ്സ് ഒരിക്കലും മറ്റൊരാളോട് ചോദിക്കാതിരിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സിയലി സ്പ്രിൻസിൽ നിന്നും പെർമനന്റ് ആയിട്ടുള്ള ബാൻ കിട്ടിയേക്കാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. എല്ലാവരും ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ.